ഹലോ ഗൈസ്, ടർബ കണ്ടു. അത് ഞാൻ ടെക്നിക്ക് ആകെ പറ്റി പറയാൻ സിനിമയെ പറ്റി പറയാം. ഡയറക്റ്റ് ചെയ്തിരുന്നത് വൈശാഖാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. പിന്നെ സിനിമ എഡിറ്റ് ചെയ്യുന്നത് ഷമീർ മുഹമ്മദ്. സൂപ്പറായിട്ടുണ്ട് എഡിറ്റിങ്, ഒരു രക്ഷയില്ല എഡിറ്റിങ്. പിന്നെ മ്യൂസിക് ബൈ ക്രിസ്റ്റോസ് ഏരിയ. വേറെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് വിഷ്ണു ശർമ്മ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടി, ബിന്ദു പണിക്കരുണ്ട്. പിന്നെ രാജ് പി ഷെട്ടിയാണ് ഇതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ അഞ്ജന ജയപ്രകാശ് ഉണ്ട്, ശബരീഷ് ഉണ്ട്, സുനിലുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബോറടിച്ചു. ഫസ്റ്റ് ഹാഫ് എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയിരിക്കും എൻജിൻ അങ്ങോട്ട് ഓണായി. അങ്ങോട്ട് സ്പോർട്സ് മോഡിലിട്ട് പടച്ചിട്ട് വന്നിട്ട് ഈ വിഷ്ണു ശർമ്മ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ ഈ കാർ കേസ് സീനൊക്കെ പുള്ളി എങ്ങനെ ഈ ക്യാമറയിൽ എടുത്തു. പ്രത്യേക ലെൻസൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തത്. പിന്നെ മറ്റേ റോബോട്ടിക് ക്യാമറ അവസാനം ഇങ്ങനെ ഒന്നാനും അതൊക്കെ പിടിച്ചിട്ടാണ് ഈ ഫൈറ്റ് സീൻസൊക്കെ തരുന്നത്. പിന്നെ എനിക്ക് മിക്ക സിനിമയും കണ്ടിട്ടുണ്ടാവും ഇത് വല്ല തുണിയോ ചങ്ങല അത് ഇങ്ങനെ വീശിണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങനെ കഴുതിട്ട് ഇങ്ങനെ കുരുങ്ങി അത് ഓഡിയൻസിന് നോട്ട് ചെയ്ത് വയ്ക്കരുത്. അങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ ഈ സിനിമയിൽ രാജ് ബി ഷെട്ടി ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ആക്കും. ഇവിടെ ഒരു തോർത്ത സാധനം എടുക്കുന്നത് അത് ഇങ്ങനെ വീശിയിട്ട് കഴുത്തിൽ കറക്റ്റ് വന്ന് നിൽക്കും. അതിൽ മമ്മൂട്ടി ഉണ്ട്, ഈ ആനച്ചങ്ങനെ സാധനത്തിൽ ഇങ്ങനെ വീശും, എന്നിട്ട് കറക്റ്റ് കഴുത്തിൽ വന്ന് വീഴും. അത് എങ്ങനെയാണ് ഈ കാണാൻ അങ്ങനെ അവർ നോട്ട് ചെയ്ത് വയ്ക്കുന്നത് ഇങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് അവർ റിയാക്ട് ചെയ്യാൻ. പിന്നെ രാജ് ബി ഷെട്ടിക്ക് ഇതിൽ ഒരു മീനിൻ്റെ ഫാക്ടറിയാണ്, മീൻകാരായിരുന്നു. ഇപ്പം മറ്റേ മീനൊക്കെ തൂക്കിയിട്ടിട്ട് ഒരു സാധനത്തിനുള്ളിൽ പോകും, എന്നിട്ട് അത് അരഞ്ഞിട്ട് ഒരു പാത്രത്തിലായിട്ട് തന്നെ വരും. അങ്ങനത്തെ ഒരു കച്ചവടമാണ് അതിൽ. പിന്നെ മ്യൂസിക് ബൈ ക്രിസ്റ്റോസ് ഏവർ ആണെങ്കിൽ മ്യൂസിക് ചെയ്യുന്നത് പൊന്നെ വണ്ണ. മറ്റേ ഇതിനിടയ്ക്ക് ഒരു പാട്ടിറങ്ങിയിട്ടുണ്ടായില്ലേ ഇതിനിടയിൽ, എന്തോ ബേൺ ഔട്ട് ദ എൻജിൻ, അങ്ങനത്തെ ഒരു പാട്ടുണ്ടായിരുന്നു. ഞാനിത് ഹെഡ്ഫോൺ അല്ലാണ്ട് കേട്ടപ്പോൾ എനിക്ക് വലിയ പിടുത്തം ഉണ്ടായിട്ടില്ല. പക്ഷേ ഹെഡ്ഫോൺ വെച്ച് കേട്ടപ്പോൾ വളരെ കിളിപ്പോയി. ഇതാണ് ഞാൻ ഇന്ന് കണ്ടുള്ള പടം. ഞാൻ തൃശ്ശൂർ രാഗത്തിൽ കണ്ടത്. രാഗം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ആരാധകരുള്ള തിയേറ്ററിലാണ് ഞാൻ പോയി കണ്ടത്. അങ്ങനെ സെക്കൻഡ് ഹാഫ് കഴിയും, പക്ഷേ ലാസ്റ്റ് ഒരു മുതൽ വരും. ഒരു കോളുണ്ട്, റോളക്സിലല്ല മറ്റേ ലിയോയില് കമലഹാസൻ വിളിക്കില്ല, അതേപോലത്തെ ഒരു കോള് വരും. അല്ല, അത് കോളല്ല, ഒരു ലെറ്റർ ആയിട്ട് സാധനം വരണേ. അത് ആരാന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയാം, അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പാർട്ട് 2 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. അപ്പോൾ അത് ആരാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ട് സന്തോഷിച്ച് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.